+1 സുവോളജി ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? In the last class, we have learned about specialized connective tissue, muscular tissue as well as neural tissue. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലർ ടിഷ്യൂ അതുപോലെ ന്യൂറൽ ടിഷ്യൂവിനെ കുറിച്ചാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ കോക്രോച്ചിൻ്റെ അനാറ്റമിക്കൽ ആൻഡ് മോർഫോളജിക്കൽ ഫീച്ചേഴ്സിനെ കുറിച്ചാണ് പഠിക്കാനായി പോകുന്നത്. മുൻപ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ടിഷ്യൂസ് ആർ ഗ്രൂപ്പ് ടു ഫോം ഓർഗൻസ്. ടിഷ്യൂസ് ഒന്നിച്ചു ചേർന്ന് ഒരേ ധർമ്മം നിർവഹിക്കുമ്പോൾ അതിനെ ഓർഗൻസ് എന്ന് വിളിക്കുന്നു എന്ന് നാം മുൻ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. ആൻഡ് ദീസ് ഓർഗൻസ് ഗെറ്റ് അസോസിയേറ്റഡ് ടു ഫോം ഓർഗൻ സിസ്റ്റം. ഈ ഓർഗൻസ് തമ്മിൽ ചേർന്ന് ഒരു ഓർഗൻ സിസ്റ്റമായി മാറുന്നു, ഒരു അവയവ വ്യൂഹമായി മാറുന്നു. ആൻഡ് ദിസ് type of specialization is very much essential for the efficient functioning of an organism. ഒരു ഓർഗാനിസത്തിന്റെ കാര്യക്ഷമമായ പ്രവർത്തനത്തിന് ഇത്തരം ഒരു അവയവ വ്യൂഹം ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. Each organ in our body is made up of one or more type of tissues. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ഒന്നോ അതിലധികമോ കലകളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. ഫോർ എക്സാമ്പിൾ, our heart is made up of 4 different types of tissues. നമ്മുടെ ഹൃദയം 4 വിവിധ തരം കലകളാൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഏതൊക്കെയാണ് ആ കലകളെന്ന് പറയാമോ? യെസ്, യു ആർ റൈറ്റ്. Our heart is made up of epithelial tissue, connective tissue, muscular tissue and neural tissue. നമ്മുടെ ഹൃദയത്തിൽ 4 പ്രധാന തരത്തിലുള്ള കലകൾ ഉണ്ട്. അവ ഏതൊക്കെയാണ്? എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, muscular tissue and neural tissue. Studies reveal that during the course of evolution, the complexity in organ and organ systems goes on increasing. പരിണാമത്തിന്റെ വിവിധ ഘട്ടത്തിൽ അവയവത്തിന്റെയും അവയവ വ്യൂഹങ്ങളുടെയും സങ്കീർണത വർദ്ധിച്ചു വരുന്നതായി നമുക്ക് കാണുവാനായി സാധിക്കുന്നു. This evolutionary trend can be understood by studying the morphological and anatomical features of organisms. പരിണാമത്തിന്റെ ഈ ഒരു ട്രെൻഡ് മനസ്സിലാകണമെങ്കിൽ ജീവികളുടെ മോർഫോളജിക്കൽ ആൻഡ് അനാറ്റമിക്കൽ ഫീച്ചേഴ്സ് പഠിച്ചാൽ മതിയാകും. Now, what is morphology? It is the study of external form and appearance. Morphology is the study of external form and appearance of an organism. ബാഹ്യമായി കാണുന്ന സ്വഭാവ സവിശേഷതകളെ കുറിച്ചുള്ള പഠനമാണ് മോർഫോളജി. Then what is anatomy? Anatomy is the study of internal organs of organisms. ഓർഗാനിസംസിന്റെ ആന്തരിക അവയവങ്ങളെ കുറിച്ചുള്ള പഠനമാണ് anatomy. All of you might have seen cockroaches. പാറ്റയെ കണ്ടിട്ടില്ലാത്തതായി ആരും തന്നെ ഉണ്ടെന്ന് തോന്നുന്നില്ല. Do you know to which phylum and class does it belong to? കോക്രോച്ച് അഥവാ പാറ്റ ഏത് ഫൈലത്തിൽപ്പെട്ട ജീവിയാണ്? അതിൻ്റെ ക്ലാസ് ഏതാണ്? ഇറ്റ് ബിലോങ്സ് ടു ഫൈലം ആർത്രോപോഡ ആൻഡ് ക്ലാസ് ഇൻസെക്റ്റ. കോക്രോച്ച് ബിലോങ്സ് ടു ഫൈലം ആർത്രോപോഡ ആൻഡ് ക്ലാസ് ഇൻസെക്റ്റ. Cockroaches are brown or black bodied animals whose size ranges from 0.6 to 7.6 centimeters. Cockroaches അഥവാ പാറ്റകൾ ബ്രൗൺ നിറത്തിലോ കറുത്ത നിറത്തിലോ ഉള്ള ജീവികളാണ്. അവയുടെ സൈസ് 0.6 സെന്റിമീറ്റർ മുതൽ 7.6 സെന്റിമീറ്റേഴ്സ് വരെ ഉണ്ടാവും. These are nocturnal omnivores. Cockroaches are nocturnal omnivores.
What do you mean by nocturnal animals? Animals that are active during night. രാത്രി ആക്റ്റീവ് ആകുന്ന ആനിമൽസ് ആണ് നൊക്ടേണൽ ആനിമൽസ് എന്നറിയപ്പെടുന്നത്. വാട്ട് ആർ omnivores? Those organisms which feed on both plant and animal matter. അല്ലെങ്കിൽ അവയെ നമ്മൾ മിശ്രഭോജികൾ എന്ന് വിളിക്കുന്നു. Animals which feed on a variety of food materials which have plant and animal origin are referred to as omnivores. Where do you find cockroaches? Cockroaches, they live in damp places. പാറ്റകൾ നനവുള്ള പ്രദേശങ്ങളിലാണ് അധിവസിക്കുന്നത്. Coming to the morphology of cockroach. Periplaneta americana. Periplaneta americana എന്ന വിഭാഗത്തിൽപ്പെട്ട പാറ്റയുടെ മോർഫോളജിയെ കുറിച്ചാണ് നാം ഇനി പഠിക്കാനായി പോകുന്നത്. Adult cockroaches may have a size of 34 to 53 millimeters. The adult cockroach may have a size ranging from 32 to 53 millimeters. The body is elongated and dorso-ventrally flattened. പാറ്റയുടെ ശരീരം നീണ്ടതാണ്. അത് ഡോർസോ-വെൻട്രൽ ആക്സിസിൽ പരന്നതുമാണ്. It is dorso-ventrally flattened in nature. The entire body is covered by an exoskeleton. This exoskeleton is made up of chitin. പാറ്റയുടെ ശരീരത്തിന് ഒരു ആവരണമുണ്ട്. ഈ ആവരണം കൈറ്റിൻ നിർമ്മിതമാണ്. അല്ലെങ്കിൽ പാറ്റയുടെ ശരീരം ഒരു കൈറ്റിൻ നിർമ്മിതമായ ആവരണത്താൽ മൂടപ്പെട്ടിരിക്കുന്നു. The body of cockroach is enclosed within a chitinous exoskeleton. ഈ chitinous exoskeleton ഓരോ സെഗ്മെന്റിലും പ്ലേറ്റുകളായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു. Each segment has got a hardened plate. And this hardened plate is called the scleroid. ഓരോ സെഗ്മെന്റിലും ഓരോ കട്ടിയുള്ള പ്ലേറ്റുകളുണ്ട്. ഈ പ്ലേറ്റുകളെ വിളിക്കുന്ന പേരാണ് സ്ക്ലീറൈഡ്. Dorsal scleroids are referred to as tergum. Ventral scleroids are referred to as sternum. And the lateral scleroids are referred to as pleura. Each scleroid is connected or joined by a flexible membrane called the arthrodial membrane. ഓരോ സ്ക്ലീറൈറ്റിനെയും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന മെംബ്രെയിൻ്റെ പേരാണ് ആർത്രോഡിയൽ മെംബ്രെയിൻ. The exoskeleton is periodically shed and regrown. This phenomenon is referred to as ecdysis or molting. പാറ്റ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ എക്സോസ്കെൽറ്റൻ പൊഴിക്കാറുണ്ട്. നിങ്ങൾ ഒരു പക്ഷേ വെള്ളപ്പാറ്റയെ കണ്ടിട്ടുണ്ടാകും. അത് പാറ്റയുടെ മറ്റൊരു സ്പീഷീസ് അല്ല, മറിച്ച് പടം പൊഴിച്ച പാറ്റയാണ് വെള്ളപ്പാറ്റയായി കാണുന്നത്. പാറ്റ ഇടയ്ക്കിടെ അതിൻ്റെ എക്സോസ്കെലിറ്റൻ പൊഴിക്കാറുണ്ട്. എന്തിനു വേണ്ടിയാണ് പാറ്റ അതിൻ്റെ എക്സോസ്കെലിറ്റൻ പൊഴിക്കുന്നത്? അതിന് വളരുന്നതിനു വേണ്ടിയാണ് പാറ്റ എക്സോസ്കെലിറ്റൻ പൊഴിക്കുന്നത്. അത് കുറച്ച് വളർന്ന ശേഷം വീണ്ടും ഒരു പുതിയ എക്സോസ്കെലിറ്റൻ ഉണ്ടാക്കുന്നു. The body of cockroach is divisible into 3 parts. They are head, thorax and abdomen. പാറ്റയുടെ ശരീരം നമുക്ക് 3 ഭാഗങ്ങളായി തരംതിരിക്കാം: head, thorax and abdomen. Head is a small triangular structure which lies at right angles to the rest of the body. പാറ്റയുടെ തല ഒരു ചെറിയ ത്രികോണാകൃതിയിലുള്ളതാണ്.
ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളുമായി നോക്കുമ്പോൾ അത് ഒരു റൈറ്റ് ആംഗിളിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. Or it lies at right angles to the rest of the body. The head is attached to the thorax by a small neck. Head region-നെ thorax-ഉമായി ബന്ധിപ്പിക്കുന്ന ഭാഗം കഴുത്താണ്. Or the head is attached to the thorax by a small neck. Head is formed by the fusion of 6 segments. 6 segments ഒന്നിച്ചു ചേർന്ന് ഉണ്ടാകുന്ന ഭാഗമാണ് head region. The head is enclosed within a capsule called the head capsule. ഹെഡിനെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ക്യാപ്സ്യൂളിൻ്റെ ആവരണത്തിൻ്റെ പേരാണ് head capsule. Head bears a pair of compound eyes, a pair of antenna, mouth and mouth parts. Head bears a pair of compound eyes, a pair of antenna, mouth and mouth parts. All those appendages seen within and around the mouth constitute mouth parts. All those appendages seen inside and around the mouth constitute mouth parts. വായ്ക്ക് ഉള്ളിലും ചുറ്റുമായും കാണപ്പെടുന്ന എല്ലാ സ്ട്രക്ചേഴ്സും ചേർന്നതാണ് പാറ്റയുടെ മൗത്ത് പാർട്സ്. And it has got an upper lip or labrum, 2 mandibles, 2 maxillae and the hypopharynx and a lower lip or the labium. Mouth parts include upper lip or labrum, a pair of mandibles, a pair of maxillae, a hypopharynx or tongue and the lower lip or labium. Thorax is formed of 3 parts: prothorax, mesothorax and metathorax. thoraxന് 3 ഭാഗങ്ങളുണ്ട്: prothorax, mesothorax and metathorax. Each thoracic segment bears a pair of walking legs. ഓരോ thoracic segmentലും ഓരോ ജോഡി കാലുകളുണ്ട്. Each thoracic segment bears a pair of walking legs. 2 pairs of wings are present. പാറ്റയ്ക്ക് 2 ജോഡി ചിറകുകളാണുള്ളത്. The first pair arises from the mesothorax and they are referred to as the mesothoracic wings. The second pair arises from the metathorax and they are referred to as the metathoracic wings. പാറ്റയ്ക്ക് 2 ജോഡി ചിറകുകളാണുള്ളത്. അതിൽ ആദ്യത്തെ ജോഡി മീസോതൊറാക്സിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് ആ ചിറകുകളെ മീസോതൊറാസിക് ചിറകുകൾ എന്ന് വിളിക്കുന്നു. രണ്ടാമത്തെ ജോഡി ചിറകുകൾ മെറ്റാതൊറാക്സ് റീജിയനിലാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് അവയെ മെറ്റാതൊറാസിക് വിങ്സ് അഥവാ മെറ്റാതൊറാസിക് ചിറകുകൾ എന്ന് വിളിക്കുന്നു. ഫോർ വിങ്സ് അഥവാ മീസോതൊറാസിക് വിങ്സ്, they are also called tegmina. They are hard and opaque in nature. Their function is to cover the metathoracic wings at rest. Mesothoracic wingsനെ tegmina എന്നും വിളിക്കുന്നു. ഈ ചിറകുകൾ വളരെ ഒപ്പേക്കാണ്, ഹാർഡാണ്. അതുപോലെ തന്നെ അതിന് അടിയിലായി കാണപ്പെടുന്ന മെറ്റാതൊറാസിക് വിങ്സിനെ സംരക്ഷിക്കുകയാണ് ഇതിൻ്റെ പ്രധാന ധർമ്മം. The hind wings or metathoracic wings, they are transparent in nature and they help cockroach in flight. പാറ്റകളെ
പറക്കുവാനായി സഹായിക്കുന്ന ചിറകുകൾ മെറ്റാതൊറാസിക് ചിറകുകൾ അല്ലെങ്കിൽ ഹൈൻഡ് വിങ്സ് ആണ്. The abdominal region in both male cockroach and female cockroach consists of 10 segments. Male cockroachilum female cockroachilum abdominal regional 10 segments ആണുള്ളത്. And the 10th segment of both male and female cockroach carries an elongated structure called the anal cerci. മെയിൽ കോക്രോച്ചിലും ഫീമെയിൽ കോക്രോച്ചിലും 10ാമത്തെ സെഗ്മെന്റിൽ ഒരു ജോഡി ചെറിയ അപ്പൻഡേജുകളുണ്ട്. അവയുടെ പേരാണ് ഏനൽ സെർസൈ. Now moving on to the differences between male cockroach and female cockroach. Abdomen is long and narrow in male cockroach, whereas in female cockroach it is short and broad. മെയിൽ കോക്രോച്ചിൻ്റെ അബ്ഡമൻ നീളം കൂടിയതും നേർത്തതുമാണ്. അതേസമയം ഫീമെയിൽ കോക്രോച്ചിലാകട്ടെ അത് ഷോർട്ടാണ്, ബ്രോഡുമാണ്. ഇൻ ദി അബ്ഡമൻ 9 segments are visible in male cockroach, whereas in female cockroach only 7 segments of the abdomen are visible. മെയിൽ കോക്രോച്ചിൽ അബ്ഡമനിലെ 9 സെഗ്മെന്റുകളും കാണാനായി, 9 മെയിൽ കോക്രോച്ചിലെ അബ്ഡമനിലെ 9 സെഗ്മെന്റുകൾ കാണുവാനായി സാധിക്കും. അതേസമയം ഫീമെയിൽ കോക്രോച്ചിൻ്റെ 7 സെഗ്മെന്റുകൾ മാത്രമേ കാണുവാനായി സാധിക്കുകയുള്ളൂ. In the case of male cockroach, anal styles are present, whereas in female cockroach anal styles are absent. Male cockroachil anal style ഉണ്ട്, female cockroachil anal style ഇല്ല. In the case of male cockroach, the 7th tergum covers 8th tergum, whereas in female cockroach the 7th tergum covers 8th and 9th terga. Male cockroachil 7ാമത്തെ ടെർഗം 8ാമത്തെ ടെർഗത്തിനെ കവർ ചെയ്ത് കാണപ്പെടുന്നു. അതേസമയം ഫീമെയിൽ കോക്രോച്ചിൽ 7ാമത്തെ ടെർഗം 8ാമത്തെയും 9ാമത്തെയും ടെർഗയെ കവർ ചെയ്യുന്നതായി കാണപ്പെടുന്നു. In the case of male cockroach, a brood pouch is absent, whereas in female cockroach brood pouch is present. Male cockroachil brood pouch ഇല്ല, ഫീമെയിൽ കോക്രോച്ചിൽ brood pouch ഉണ്ട്. Antenna is longer in male cockroach, whereas antenna is short in female cockroach. Male cockroachil ആന്റിനയ്ക്ക് നീളം കൂടുതലാണ്, ഫീമെയിൽ കോക്രോച്ചിൽ ആന്റിനയ്ക്ക് നീളം കുറവാണ്. Alimentary canal of cockroach. Alimentary canal is divisible into foregut, midgut or mesenteron and hindgut. പാറ്റയുടെ alimentary canalനെ നമുക്ക് 3 ഭാഗങ്ങളായി തരംതിരിക്കാം. ഫോർഗട്ട്, മിഡ്ഗട്ട് അഥവാ മീസെൻട്രോൺ, ഹൈൻഡ്ഗട്ട്. ഫോർഗട്ട് ആരംഭിക്കുന്നത് മൗത്തിൽ നിന്നാണ്. And it is followed by the mouth cavity, pharynx, esophagus, crop and gizzard. The alimentary canal of cockroach starts with the mouth. Mouth is followed by mouth cavity, pharynx, esophagus, crop and gizzard. പാറ്റയുടെ alimentary canal ആരംഭിക്കുന്നത് മൗത്തിൽ നിന്നാണ്. മൗത്തിനെ തുടർന്ന് കാണപ്പെടുന്ന ഭാഗങ്ങളാണ് വായ അറ, ഫാരിങ്സ്, ഈസോഫാഗസ്, ക്രോപ്പ് ആൻഡ് ഗിസർഡ്. എന്താണ് ക്രോപ്പ്? ക്രോപ്പ് ഈസ് എ swollen muscular organ. And what is its function? It is concerned with temporary storage of food.
കുറച്ച് വീർത്ത ഒരു അറയാണ് ക്രോപ്പ്. താൽക്കാലികമായി ആഹാരം ശേഖരിക്കപ്പെടുന്ന സ്ഥലമാണ് ക്രോപ്പ്. The crop leads into a structure referred to as the gizzard. ക്രോപ്പ് ഒരു ഗിസാർഡിലേക്കാണ് നയിക്കുന്നത്. Gizzard is internally lined by 6 chitinous plates. ഗിസാർഡിന്റെ ഉള്ളിൽ 6 chitin നിർമ്മിത പ്ലേറ്റുകളുണ്ട്. And this helps in the grinding of food materials. ആഹാര പദാർത്ഥങ്ങളെ അരച്ചെടുക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് ഗിസാർഡ്. At the junction of foregut and midgut, there are 6 to 8 blind tubular structures. ഫോർഗട്ടും മിഡ്ഗട്ടും ചേരുന്ന സ്ഥലത്ത് 6 മുതൽ 8 വരെ ട്യൂബുലാർ സ്ട്രക്ചേഴ്സ് കാണപ്പെടുന്നു. And these are referred to as hepatic CK. ഇവയെ വിളിക്കുന്ന പേരാണ് hepatic CK. What is the function of hepatic CK? The function of hepatic CK is to produce or secrete digestive juice. ദഹനരസം ഉൽപ്പാദിപ്പിക്കുക എന്ന ധർമ്മമാണ് ഹെപ്പാറ്റിക് സിക്കയ്ക്കുള്ളത്. At the junction of foregut and midgut, there are certain tubular structures referred to as hepatic CK. They secrete digestive juice. At the junction of midgut and hindgut, there is a ring of 100 to 150 yellowish fibrous structures known as Malpighian tubules. At the junction of midgut and hindgut, there is a ring of small yellowish fiber-like structures called the Malpighian tubules. മിഡ്ഗട്ടും ഹൈൻഗട്ടും ചേരുന്ന ഭാഗത്ത് 100 മുതൽ 150 വരെ നാരുകൾ പോലെയുള്ള ചില സ്ട്രക്ചേഴ്സ് കാണപ്പെടുന്നു. അവയെ വിളിക്കുന്ന പേരാണ് Malpighian tubules. These Malpighian tubules remove excretory waste. പാറ്റയുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നൈട്രോജനസ് വേസ്റ്റ് നീക്കം ചെയ്യുന്നത് ഈ Malpighian tubules ആണ്. Hindgut is differentiated into 3 regions: ileum, colon and rectum. The hindgut is differentiated into 3 regions. They are ileum, colon and rectum. Rectum opens out by anus. ഹൈൻഗട്ടിനെ 3 ഭാഗങ്ങളായി തരംതിരിക്കുന്നു: ഇലിയം, കോളൻ, റെക്ടം. റെക്ടത്തിന്റെ പുറത്തേക്കുള്ള ഓപ്പണിംഗ് ആണ് ഏനസ്. നെക്സ്റ്റ് ഈസ് ദ ബ്ലഡ് വാസ്കുലാർ സിസ്റ്റം ഓഫ് കോക്രോച്ച്. The blood vascular system of cockroach is of open type. What do you mean by open type of blood vascular system or circulatory system? Here, there are no closed blood vessels. The blood vessels are not closed in this case. ഇവിടത്തെ രക്തപര്യന വ്യൂഹം ഓപ്പൺ ടൈപ്പാണ്, അല്ലെങ്കിൽ തുറന്ന രക്തപര്യന വ്യവസ്ഥയാണ് പാറ്റകളിൽ കാണപ്പെടുന്നത്. ബ്ലഡ് വെസൽസ് ആർ poorly developed and they open into the hemocoel. Blood vessels well developed അല്ല, അവ ഹീമോസീലിലേക്കാണ് തുറക്കുന്നത്. What is hemocoel? It is the blood filled body cavity. രക്തം നിറഞ്ഞ ബോഡി ക്യാവിറ്റിയാണ് ഹീമോസീൽ. Visceral organs are seen bathed in the hemolymph that is present in the hemocoel. ഹീമോസീലിൽ കാണപ്പെടുന്ന ഹീമോലിംഫിനാൽ
കുളിച്ചാണ് വിസറൽ ഓർഗൻസ് കാണപ്പെടുന്നത്. The visceral organs located in the hemocoel are bathed in blood or hemolymph. What is hemolymph? It is the blood of cockroach. പാറ്റയുടെ രക്തമാണ് hemolymph. And what does it contain? It contains plasma and hemocytes. എന്താണ് ഹീമോലിംഫിലുള്ളത്? ഹീമോലിംഫിൽ പ്ലാസ്മയും ഹീമോസൈറ്റ്സുമാണുള്ളത്. പാറ്റയുടെ രക്തത്തിൻ്റെ നിറം എന്താണ്? പാറ്റയുടെ രക്തത്തിന് നിറം ഇല്ല. ഇറ്റ് ഈസ് കളർലെസ് ഇൻ നേച്ചർ. ദ ഹാർട്ട് ഓഫ് കോക്രോച്ച് ഈസ് എ ട്യൂബുലാർ മസ്കുലാർ സ്ട്രക്ചർ. പാറ്റയുടെ ഹൃദയം ഒരു ട്യൂബുലാർ പേശി നിർമ്മിതമായ സ്ട്രക്ചറാണ്. ആൻഡ് ഇറ്റ് ഹാസ് ഗോട്ട് 13 serially arranged chambers. പാറ്റയുടെ ഹൃദയത്തിൽ 13 അറകളാണ് ഉള്ളത്. The heart of cockroach has got 13 serially arranged chambers. Each chamber is funnel shaped and has got an opening called the ostia. ഓരോ ചേംബറിനും ഒരു ഫണൽ ഷേപ്ഡ് സ്ട്രക്ചർ ആണുള്ളത്. അതിൻ്റെ ഓപ്പണിംഗ് ആണ് ഓസ്റ്റിയ. ഓപ്പൺ സ്പേസസ് അഥവാ സൈനസിൽ നിന്നുള്ള രക്തം ഓസ്റ്റിയ വഴി ഹൃദയത്തിലേക്ക് എത്തുന്നു. ബ്ലഡ് ഫ്രം ദി ഓപ്പൺ സ്പേസസ് ഓർ സൈനസസ് വിൽ ഫ്ലോ ത്രൂ ദ ഓസ്റ്റിയ ഇൻടു ദ ഹാർട്ട്. ആൻഡ് ഫ്രം ദി ആൻറ്റീരിയർ പാർട്ട് ഇറ്റ് ഈസ് പംപ്ഡ് ബാക്ക് into the body. ആൻറ്റീരിയർ റീജിയനിൽ നിന്ന് വീണ്ടും അത് തിരികെ ശരീരത്തിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു. അറ്റാച്ച്ഡ് ടു ഈച്ച് ചേംബർ ഓഫ് ദ ഹാർട്ട് യു ഫൈൻഡ് എ പെയർ ഓഫ് മസിൽസ് കോൾഡ് ദ അലേറി മസിൽസ്. ഓരോ ചേംബറിനോടും അറ്റാച്ച് ചെയ്ത് ഒരു ജോഡി മസിൽസ് ഉണ്ട്. ആ മസിൽസിൻ്റെ പേരാണ് അലേറി മസിൽസ്. What all things did we study in this chapter? We studied what is morphology, what is anatomy, the structures seen in the head region of cockroach, difference between male cockroach and female cockroach, alimentary canal of cockroach, and blood vascular system of cockroach. തുടർ പ്രവർത്തനങ്ങൾക്കായി ചില ചോദ്യങ്ങൾ എഴുതിക്കൊള്ളുക. പ്ലീസ് നോട്ട് ഡൗൺ ദീസ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് നോട്ട്സ് ഓൺ ദ പെക്യുലിയാരിറ്റി ഓഫ് digestive system of cockroach, blood vascular system of cockroach. Second question, rearrange the following terms to denote the alimentary canal of cockroach: gizzard, esophagus, mouth, rectum, anus, ileum, mesenteron, colon, crop. Third question, draw label diagrams of mouth parts of cockroach and alimentary canal of cockroach. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുടെ അധ്യാപകരുടെ സഹായത്തോടു കൂടി കണ്ടെത്തി എഴുതേണ്ടതാണ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ദൂരീകരിക്കുവാൻ അധ്യാപകരുടെ സഹായം തേടാവുന്നതാണ്. വീണ്ടും ഒരു പുതിയ ടോപ്പിക്കുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.